ആലപ്പുഴ ചേർത്തലയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച വീട്ടമ്മ സജിയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. വണ്ടാനം മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം. സജിയെ ഭർത്താവ് തല ഭിത്തിയിൽ ഇടിപ്പിച്ചെന്ന മകളുടെ പരാതിയെ തുടർന്ന് മൃതദേഹം സെമിത്തേരിയിൽ നിന്ന് പുറത്തെടുക്കുകയായിരുന്നു. വാർത്തയുടെ വിശദാംശങ്ങളുമായി മേഘ ചേരുന്നു. മേഘ, ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച വീട്ടമ്മ സജിയുടെ പോസ്റ്റ്മോർട്ടമാണ് ഇന്ന് നടക്കുക. എപ്പോഴാണ് പോസ്റ്റ്മോർട്ടം നടപടി ഉണ്ടാവുക? അതോടൊപ്പം തന്നെ സജിയെ ഭർത്താവ് തല ഭിത്തിയിൽ ഇടിപ്പിച്ച് എന്നുള്ള മകളുടെ മൊഴിയാണ് ഇതിൽ നിർണായകമായത്. വിവരങ്ങൾ. വൃന്ദ, കഴിഞ്ഞ മാസം 8-ാം തീയതിയായിരുന്നു ആലപ്പുഴ ചേർത്തലയിൽ വണ്ടാനം മെഡിക്കൽ കോളേജിൽ സോണിയുടെ ഭാര്യ സജിയെ ഗുരുതരാവസ്ഥയിൽ പ്രവേശിപ്പിച്ചത്. ആ സമയം അവർ ഡോക്ടറോട് പറഞ്ഞിരുന്നത്, സോണിയുടെ വീട്ടുകാരും ഡോക്ടറോട് പറഞ്ഞിരുന്നത്, കാൽവഴുതിയാണ് ഇങ്ങനെ സജി വീണത്. ഇതേ തുടർന്ന് ഗുരുതര പരിക്കുകളോട് വെന്റിലേറ്ററിലേക്ക് മാറ്റുകയായിരുന്നു. ഇക്കഴിഞ്ഞ ഞായറാഴ്ചയാണ് സജി മരണപ്പെട്ടത്. അപ്പോൾ തന്നെ സംസ്കാര ചടങ്ങുകളെല്ലാം നടത്തിയിരുന്നു. പക്ഷേ അതിനുശേഷമാണ് ഇവരുടെ മകൾ 19-കാരിയായ മീഷ്മ ചേർത്തല പോലീസിൽ പരാതി നൽകിയത്. ഈ ചൊവ്വാഴ്ചയാണ് പരാതി നൽകിയത്. സോണി തന്റെ മാതാവായ സജിയെ തുടർച്ചയായി ഉപദ്രവിക്കാറുണ്ടെന്നും ഇവർ തമ്മിൽ കലഹമുണ്ടാകാറുണ്ടെന്നും ആയിരുന്നു പറഞ്ഞത്. സോണി സജിയെ ഭിത്തിയിൽ തല പിടിച്ച് ഭിത്തിയിൽ അടിക്കുകയും തുടർന്ന് സജി അബോധാവസ്ഥയിലാവുകയും അബോധാവസ്ഥയിലായ സജിയെ സോണി സ്റ്റെയർ കേസിൽ നിന്ന് താഴെ ഇടുകയും രക്തം വാർന്ന് 1 മണിക്കൂറോളം സജി അവിടെ കിടക്കുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ മകൾ ചേർത്തല പോലീസ് നൽകിയ മൊഴി. എന്തുകൊണ്ടാണ് മകൾ ഇങ്ങനെ മുൻപ് ഇതിനെക്കുറിച്ച് ആശുപത്രിയിൽ ഉണ്ടായിരുന്ന സമയത്ത് ഇങ്ങനെ വെളിപ്പെടുത്താതിരുന്നെന്ന് ഒരു കാര്യം ചോദിച്ചപ്പോൾ ഭീഷണിപ്പെടുത്തിയിരുന്നു. അച്ഛൻ കത്തി കാട്ടി മകളെ ഭീഷണിപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് ഭയന്നാണ് പറയാതിരുന്നത്. അതേ തുടർന്ന് പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുക്കുകയും ഇപ്പോൾ മൃതദേഹം കല്ലറയിൽ നിന്ന് പുറത്തെടുത്ത് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കുകയും ചെയ്തു. ഇപ്പോൾ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ്. സോണി ഇപ്പോൾ പോലീസിന്റെ നിരീക്ഷണ വലയത്തിലാണ്. ഇപ്പോൾ സജിയുടെയും സോണിയുടെയും വിവാഹത്തെക്കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവർ തമ്മിൽ പ്രണയവിവാഹമായിരുന്നു. പക്ഷേ 2 വർഷം മുൻപാണ് സോണി നാട്ടിലേക്ക് വിദേശത്തായിരുന്നു. 2 വർഷം മുൻപാണ് സോണി നാട്ടിലേക്ക് വന്നത്. ഇവർ തമ്മിൽ മധ്യലഹരിയിൽ വന്ന സോണിയും സജിയും തമ്മിൽ നിരന്തരം കലഹമുണ്ടാവുകയും സോണിയുടെ പരസ്ത്രീ ബന്ധം പല സ്ത്രീകളുമായി സോണിക്ക് അടുപ്പമുണ്ടായിരുന്നു. ഇത് സജിത്ത് നിരന്തരമായി ചോദ്യം ചെയ്യുകയും ഇതൊരു വഴക്കിലേക്ക് എപ്പോഴും കലാശിക്കുകയും ചെയ്യുകയുണ്ടായിരുന്നു. ഇതേ തുടർന്നാണ് കഴിഞ്ഞ മാസം 8-ാം തീയതി സോണി സജിയെ തലയ്ക്കടിച്ച് ഗുരുതരമായ ഭിത്തിയിൽ വെച്ച് തലയ്ക്കടിക്കുകയും ഇതേ തുടർന്ന് സ്റ്റെയറിൽ നിന്ന് താഴേക്ക് ഇടുകയും ഇട്ടിട്ട് ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയും ചെയ്തത്. പക്ഷേ ആശുപത്രിയിൽ വന്നപ്പോൾ ഇവർ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, കാൽ വഴുതി വീണതാണ്, അങ്ങനെയാണ് ഇപ്പോൾ സോണിക്ക് ഇങ്ങനെ സജിക്ക് ഇങ്ങനെ പരിക്കുണ്ടായത് എന്ന് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് സജിയുടെ മൃതദേഹം മാറ്റിയിരിക്കുകയാണ്. അതിനുശേഷമേ പോലീസ് എന്തൊക്കെ നടപടികൾ ഇപ്പോൾ സജിക്ക് സോണിയുടെ നേരെ ചുമത്തുകയുള്ളൂ എന്നതിലൊരു വ്യക്തത വരൂ. വൃന്ദ.